നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് ഓഫ് ഹൈപ്പർബോള. രണ്ട് ടൈപ്പ് ഹൈപ്പർബോളയാണുള്ളത്. അതിൽ ആദ്യത്തെ ടൈപ്പ് 1 ആണ്. ടൈപ്പ് 1 എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണം. ടൈപ്പ് 1 ഹൈപ്പർബോള. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എക്സ് ആക്സിസ് വരച്ചു, വൈ ആക്സിസ് വരച്ചു. ഹൈപ്പർബോളയുടെ ഷേപ്പ് ഇപ്പോൾ നമുക്കറിയാം, 2 ബ്രാഞ്ചസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇത് ഒറിജിനാണ്, ഇങ്ങനൊരു ബ്രാഞ്ച് ഉണ്ട്, അതുപോലെ ഇങ്ങനൊരു ബ്രാഞ്ച് ഉണ്ട്. പരാബോള പോലത്തെ 2 നോൺ ഇൻ്റർസെക്റ്റിംഗ് ബ്രാഞ്ചസ് ആണ് ഹൈപ്പർബോളയ്ക്കുള്ളത്. ഓക്കെ ആണല്ലോ. ഈ 2 ബ്രാഞ്ചസും ഇപ്പോൾ ഈ ഫിഗറിൽ പ്രകാരം ഈ 2 ബ്രാഞ്ചസും എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്നുണ്ട്, ഇല്ലേ? ശരിയല്ലേ? യെസ്. ഇവിടെ ഒരു പോയിന്റിൽ വെച്ചിട്ട് എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നുണ്ട്. ആ പോയിന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് +a എന്നാണ്. ഹൈപ്പർബോള എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്സിനെ നമ്മൾ +or-a എന്ന് പറയും. ഒരു സിംഗിൾ ആക്സിസിന് മാത്രമേ ഹൈപ്പർബോള കട്ട് ചെയ്യുന്നുള്ളൂ, എലിപ്സ് പോലെയല്ല. എക്സ് ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് നമ്മൾ +or-a എന്നാണ് പറയാം. ഒറിജിൻ നമുക്ക് ഹൈപ്പർബോളയുടെ സെൻറ്റർ ആണെന്ന് പറയാം, ഒറിജിൻ. അപ്പോൾ ഒറിജിൻ മുതൽ ഈ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും, ഒറിജിൻ മുതൽ ഈ ഡിസ്റ്റൻസും. അപ്പോൾ മറക്കരുത്, ഈ +or-a ഈ 2 പോയിന്റ് നമ്മൾ പറയുന്ന പേരാണ് വെർട്ടീസസ്. അത് ഞാനിവിടെ എഴുതി തരാം സെപ്പറേറ്റ്. എലിപ്സി പറയുന്ന പോലെ +or-a ആർ കോൾഡ് വെർട്ടീസസ്. അപ്പോൾ +or-a ഒരു ഹൈപ്പർബോള ഒരു ആക്സിസിനെ കട്ട് ചെയ്യും, മറ്റേ ആക്സിസിനെ കട്ട് ചെയ്യുന്നില്ല. ഓക്കെ. ഇനി വേറെ ഫോക്കയുടെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹൈപ്പർബോളയുടെ ബ്രാഞ്ചിന് ഉള്ളിലായിട്ട് ഫോക്കസ് വരും, അല്ലേ? ഇങ്ങനൊരു ബ്രാഞ്ചിന് ഉള്ളിലായിട്ടൊരു ഫോക്കസ് ഉണ്ട്, അത് +c ആണ്. അതായത് ഒറിജിൻ മുതൽ ആ ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് c ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഫോക്കസ് +c. ഇതേപോലെ ഈ ബ്രാഞ്ചിനുള്ളിൽ അത്രയും തന്നെ ഡിസ്റ്റൻസ് അകലെയായിട്ട് ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട്, -c. ഫോക്കസിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ ഡെഫിനിഷൻ പഠിച്ചിരുന്നു. അപ്പോൾ ഈ 2 കാര്യങ്ങൾ മറക്കണ്ട. ഹൈപ്പർബോള ഒരു ആക്സിസിനെ കട്ട് ചെയ്യുന്നത് +or-a ആണ്, അതിനെ പറയുന്ന പേര് വെർട്ടീസസ്. ഹൈപ്പർബോളയ്ക്ക് 2 ഫോക്കയുണ്ട്, അത് +or-c-യിലാണ്. വെർട്ടീസസ് വരുന്ന അതേ ആക്സിസിൽ തന്നെയാണ് ഫോക്കയും വരുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷനാണ് പറയാൻ പോകുന്നത്. ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x,y ഹൈപ്പർബോളയിലുള്ളൊരു ജനറൽ പോയിൻ്റ് ആണ്. ഹൈപ്പർബോളയിൽ എവിടെ വേണമെങ്കിലും വരാം x,y ഹൈപ്പർബോളയുടെ ഏത് ബ്രാഞ്ചിൽ വേണമെങ്കിലും വരാം. എവിടെ വന്നാലും എക്സും വൈയും തമ്മിലൊരു റിലേഷൻ ഉണ്ടാവും. ആ റിലേഷൻ പറയുന്ന പേരാണ് ഇക്വേഷൻ ഓഫ് ദ ഹൈപ്പർബോള. അതിൻ്റെ ഡെറിവേഷൻ നമുക്ക് ആവശ്യമില്ല. ഇക്വേഷൻ ഞാനിവിടെ പറയാം. x² / a² - y² / b² = 1 ആണ് ടൈപ്പ് 1 ഹൈപ്പർബോള. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ കൂടി ഒന്നും നമ്മൾ ഹൈപ്പർബോള പാസ് ചെയ്യുന്നില്ല. അപ്പോൾ ബിക്ക് പ്രത്യേകിച്ച് റോളില്ല ഇവിടെ. ബിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ബി ഡിറ്റർമിൻ ദ കർവേച്ചർ ഓഫ് ദ ഹൈപ്പർബോള എന്ന് വേണമെങ്കിൽ പറയാം. ബി മാറുന്നതിനനുസരിച്ച് ഹൈപ്പർബോളയുടെ ഷേപ്പിൽ വ്യത്യാസം വരും. മനസ്സിലായില്ലേ? ഇങ്ങനെ കർവേച്ചറിൽ ഇങ്ങനെ വ്യത്യാസം വരും ബി മാറുന്നതിനനുസരിച്ച്. അല്ലാതെ ബി കൂടി ഹൈപ്പർബോള പാസ് ചെയ്യണമെന്നില്ല. ബി ഡിറ്റർമിൻ ദ ഷേപ്പ് ഓഫ് ദ ഹൈപ്പർബോള. നമ്മൾ എലിപ്സിൽ ബി മാർക്ക് ചെയ്തത് കൊണ്ട് ഹൈപ്പർബോളയിൽ ഞാൻ ബി മാർക്ക് ചെയ്യാണ്. ഇവിടെയായിട്ട് വൈ ആക്സിസിലായിട്ട് ഇവിടെ ഒരു +b-യും താഴെയായിട്ട് ഒരു -b-യും മാർക്ക് ചെയ്യാണ്. ആക്ച്വലി +b കൂടിയോ -b കൂടിയോ ഹൈപ്പർബോള പാസ് ചെയ്യുന്നില്ല, അത് വെറുതെ മാർക്ക് ചെയ്തത് മാത്രം. ഈ ഇക്വേഷനിൽ ബി വന്നതുകൊണ്ട് ജസ്റ്റ് മാർക്ക് ചെയ്തതെന്ന് മാത്രം. ബി കൂടി ഹൈപ്പർബോള പാസ് ചെയ്യുന്നില്ല. ബിയിൽ വ്യത്യാസം വരുമ്പോൾ ഹൈപ്പർബോളയുടെ ഷേപ്പിൽ വ്യത്യാസം വരും എന്നുള്ളതല്ലാതെ ബി എന്ന് പറഞ്ഞ പോയിന്റ് കൂടി ഒന്നും ഹൈപ്പർബോള പാസ് ചെയ്യുന്നില്ല. ഇത് ബൈ ഹാർട്ടാക്കി വെക്കുക. ടൈപ്പ് 1 ഹൈപ്പർബോളയാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ക്ലിയറായി. ഇനി നമ്മൾ ടൈപ്പ് 2 പഠിക്കാം. അപ്പോൾ ടൈപ്പ് 1 ഹൈപ്പർബോള എന്ന് പറഞ്ഞാൽ ഹൈപ്പർബോള കട്ട് എക്സ് ആക്സിസ്. ഇനി ടൈപ്പ് 2ൽ നമ്മൾ ചെയ്യണത് എന്താണെന്ന് പറഞ്ഞുതരാം. ഈ ഹൈപ്പർബോളയിലെ 2 ബ്രാഞ്ചസും കൂടി ഒരുമിച്ച് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. ഈ 2 ബ്രാഞ്ചും കൂടിയും ഒന്നിച്ച് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം.
ഇങ്ങനെ വരും. ശരിയല്ലോ? ഒന്ന് ആലോചിച്ച് നോക്കി, ഇത് റൊട്ടേറ്റ് ചെയ്താൽ ഇതേപോലെ അല്ലേ വരാം. രണ്ടെണ്ണം കൂടി റൊട്ടേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് ടൈപ്പ് 2 ഹൈപ്പർബോളയാണ്. ഹൈപ്പർബോള ഇവിടെ വൈ ആക്സിസിനെയാണ് കട്ട് ചെയ്യുന്നത്. ഒരു ഹൈപ്പർബോള ഒരു കട്ട് ചെയ്യുന്ന ഒരു ആക്സിസിനെ കട്ട് ചെയ്യുമല്ലോ, ആ കട്ട് ചെയ്യുന്ന പോയിന്റ് +or-a ആണ്. സോ ദിസ് ഈസ് +a ആൻഡ് ദിസ് ഈസ് -a ഓൺ വൈ ആക്സിസ്. ഒരു ഹൈപ്പർബോള ഒരു ആക്സിസിനെ കട്ട് ചെയ്യുന്നുള്ളൂ, ആ കട്ട് ചെയ്യുന്ന പോയിന്റ്സിനെ വെർട്ടീസസ് എന്ന് പറയും. ഇത് +aയിലും -aയിലും ആണ്. ഇനി വെർട്ടീസസ് ഉള്ള ആക്സിസിൽ തന്നെ ഫോക്കയും വരുന്നുണ്ട്. ഈ ബ്രാഞ്ചിനുള്ളിലായിട്ട് ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട്, അത് +cയും. അതുപോലെ ഈ ബ്രാഞ്ചിന് അകത്തായിട്ട് ഫോക്കസ് ഉണ്ട്, വിച്ച് ഈസ് -c. നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പർബോള കട്ട് എ സിംഗിൾ ആക്സിസ് അറ്റ് +or-a. അതേ ആക്സിസ് തന്നെ ഫോക്കയും വരുന്നുണ്ട് അറ്റ് +or-c. ക്ലിയർ ആയല്ലോ? അപ്പോൾ ബി നമ്മൾ വെറുതെ മറ്റേ ആക്സിസിൽ വെറുതെ മാർക്ക് ചെയ്യണമെന്ന് മാത്രം, ബിക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ +bയും ഇവിടെ -b ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഇവിടെ ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ബൈ ഹാർട്ടാക്കി വെക്കാം. ഇത് ടൈപ്പ് 2 ഹൈപ്പർബോളയുടെ ഇക്വേഷൻ y² - x² b² = 1. മാറിപ്പോവരുത്. ടൈപ്പ് 1 എക്സും വൈയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? എക്സും വൈയും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്തിട്ടാണ് ഇവിടെ ഇക്വേഷൻ. ഫസ്റ്റ് ഡിനോമിനേറ്റർ ഈസ് ഓൾവേസ് a², സെക്കൻഡ് ഡിനോമിനേറ്റർ ഈസ് ഓൾവേസ് b². എലിപ്സ് പോലെയല്ല. ടൈപ്പ് 1 ആയാലും ടൈപ്പ് 2 ആയാലും ശ്രദ്ധിക്കണം, ഫസ്റ്റ് ഡിനോമിനേറ്റർ ഓൾവേസ് a². ആരാണ് വലുത് ആരാണ് ചെറുതെന്ന് നമ്മൾ നോക്കുന്നില്ല. എലിപ്സ് പോലെയല്ല. ഫസ്റ്റ് കാണുന്ന ഡിനോമിനേറ്റർ a²ഉം സെക്കൻഡ് കാണുന്ന ഡിനോമിനേറ്റർ b²ഉം. രണ്ട് ടൈപ്പിനും ഇത് തന്നെയാണ്. അപ്പോൾ ഇക്വേഷൻ ബൈ ഹാർട്ടാക്കുക. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസുകൾ പഠിക്കാനുണ്ട്, അത് ഞാനിവിടെ എഴുതാം. വെർട്ടീസസ് ആർ അറ്റ് +or-a അല്ലേ? +or-a. ഹൈപ്പർബോള കട്ട് ചെയ്യുന്നത് എവിടെയാണ്? അതാണ് വെർട്ടീസസ്. +or-a. ആ കട്ട് ചെയ്യുന്ന ആക്സിസ് ഇല്ലേ, നമ്മളതിനെ ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്നാണ് പറയുക. ആ കട്ട് ചെയ്യുന്ന ആക്സിസ് ഉണ്ടാവുമല്ലോ, ആ ആക്സിസിന് നമ്മൾ പറയുന്ന പേര് ട്രാൻസ്വേഴ്സ്. മേജർ ആക്സിസ് എന്ന് പറയാറില്ല. ഹൈപ്പർബോള കട്ട് ചെയ്യുന്ന ആ ആക്സിസ് പറയുന്ന പേര് ട്രാൻസ്വേഴ്സ് ആക്സിസ്. അപ്പോൾ വെർട്ടീസസ് ആർ അറ്റ് +or-a ഓൺ ട്രാൻസ്വേഴ്സ് ആക്സിസ്. ഓക്കെ, രണ്ടിലും +or-a ആണ്. ഫോക്കേ ആർ അറ്റ് +or-c ഓൺ ദ ട്രാൻസ്വേഴ്സ് ആക്സിസ്. ഓക്കെ, ഇനി നമുക്ക് സി കാണാനുള്ള ഫോർമുല. എലിപ്സായിട്ട് ചെറിയ വ്യത്യാസമുണ്ട് ഇവിടെ. സി കാണാനുള്ള ഫോർമുല √(a² + b² ആണ്. എലിപ്സായിട്ട് മാറിപ്പോവരുത്. എലിപ്സിൽ a² - b² ആവുമ്പോൾ ഇവിടെ a² + b². അപ്പോൾ സി കിട്ടിയാലേ നമുക്ക് ഫോക്കേ മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സി ക്ലിയർ ആയല്ലോ? ലെങ്ത് ഓഫ് ട്രാൻസ്വേഴ്സ് ആക്സിസ്, അതായത് -aക്കും +aക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ഉദ്ദേശിച്ചത്. -aക്കും +aക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 2a അല്ലേ? 2a. ഇവിടെ -aക്കും +aക്കും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് 2a. അപ്പോൾ അത് ബൈ ഹാർട്ടാക്കിയാൽ മതി. അതിന് പിക്ചർ നോക്കണമെന്നില്ല. ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെ ലെങ്ത് 2a, മേജർ ആക്സിസിന് പകരം ട്രാൻസ്വേഴ്സ് ആക്സിസ്. കോഞ്ചുഗേറ്റ് ആക്സിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ +b - b വെറുതെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനിടയ്ക്ക് വരുന്ന ഡിസ്റ്റൻസ് 2b ആണല്ലോ. 2aക്ക് ഒരു പേരുള്ളത് കൊണ്ട് 2bക്ക് ഒരു പേര് വേണമല്ലോ, അങ്ങനെ കരുതിയാൽ മതി. അപ്പോൾ -bക്കും +bക്കും ഇടയ്ക്ക് വരുന്ന ഡിസ്റ്റൻസ് 2b, അതിനെ കോഞ്ചുഗേറ്റ് ആക്സിസ് എന്നാണ് പറയുക. അപ്പോൾ അത് ജസ്റ്റ് ബൈ ഹാർട്ടാക്കിയാൽ മതി. അതിന് ഫിഗർ നോക്കണമെന്നില്ല. ട്രാൻസ്വേഴ്സ് ആക്സിസ് 2a, കോഞ്ചുഗേറ്റ് ആക്സിസ് 2b. ബൈ ഹാർട്ടാക്കി വെക്കണം. പിന്നെ വരുന്നത് എക്സിൻട്രിസിറ്റി ആണ്. ഇ എന്നാണ് ഡിനോട്ട് ചെയ്യുക. അത് ജസ്റ്റ് ഫോർമുല പഠിച്ചാൽ മതി. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ എലിപ്സി പഠിച്ച അതേ ഫോർമുല തന്നെ c/a. എക്സിൻട്രിസിറ്റി കാണാനുള്ള ഫോർമുല c/a.
റേഷ്യോ ആണ്, സിയും എയും തമ്മിലുള്ള റേഷ്യോ. പിന്നെ ഒരാളും കൂടിയുണ്ട്, ലാറ്റസ് റെക്റ്റം. ലാറ്റസ് റെക്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോക്കസിൽ കൂടി പാസ് ചെയ്യുന്നൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കാം. ഞാൻ വരയ്ക്കുന്നില്ല, വരച്ചാൽ ഹൈപ്പർബോളനെ അത് കട്ട് ചെയ്യും. ഫോക്കസിൽ കൂടി പാസ് ചെയ്യുന്നൊരു വെർട്ടിക്കൽ ലൈൻ ഹൈപ്പർബോളനെ കട്ട് ചെയ്യും. അതിൻ്റെ ലെങ്ത്താണ് ലാറ്റസ് റെക്റ്റം. ബൈ ഹാർട്ടാക്കി വെക്കുക, 2b²/a ആണ്. എലിപ്സി പഠിച്ച അതേ ഫോർമുല തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ ബൈ ഹാർട്ടാക്കി വെക്കണം.